ഓ ഇങ്ങനെ വാ പൊളിക്കല്ലേ ചേട്ടായി, വായിലോട്ട് വല്ല ഈച്ച കേറി പോവും. കേറുന്നതൊക്കെ കേറട്ടെ, ഈച്ചയല്ലേ. അങ്ങനെയെങ്കിലും ഇത്തിരി നോൺ കിട്ടട്ടെടി എനിക്ക്. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ. എന്താടി, എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വഴണ്ട. എവിടെന്ന്? ഇവിടെ എന്നൊരു മീനും ഇല്ല, ഇറച്ചിയില്ല. അവരവിടെ മോര് കാച്ചണം. അവരുടെ അമ്മേനെ കെട്ടിക്കാനായിട്ട് ഒരു മോര് കറി. ചേച്ചി വേണ്ട വേണ്ട, ഇവിടൊന്നും വേണ്ട. എന്നും വട്ടത്തിൽ മൂഞ്ഞാല മൂഞ്ഞാല. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. ഈ ഷാമ്പാരും മോറേറയും കഴിച്ചെനിക്ക് മടുത്ത്. ആ പെണ്ണിനാണ് റീൽസ് ഉണ്ടാക്കാൻ ഞാൻ എന്തൊക്കെ പാടുപെടണാണ്. ക്യൂട്ട്നെസ് വാരി വിതറുവാണ് ഞാൻ. എന്നിട്ടാ ഒരു മീമുള് കണ്ടിട്ട് എത്ര നാളായെന്നറിയാവോ? അല്ലടി, അവളപ്പോ ഒന്നും തരാറില്ല നിനക്ക്. കിഴങ്ങ് തരോള്, തടവൂള്, മടി വെച്ച് തടവിയ നമുക്ക് നോൺ തന്നെ സുഖം കിട്ടുവാ. ആഴുക്ക പെണ്ണ് തറലേക്കാ മോശാവള്. തേ ചേട്ടാ പട്ടി, ഞാൻ തിന്നാനും കുടിക്കാനും ഇല്ലാത്ത തറവാട്ടിലെ പെണ്ണൊന്നും അല്ലായിരുന്നു. ഇതിലും ഭേദം ഇറച്ചിക്കട മുന്നിൽ കിടന്നാ മതിയായിരുന്നു. ഉറപ്പായിട്ടും അവിടത്തേക്കാ എനിക്ക് 2-3 എല്ലും കഷ്ണകലും തന്നേനെ. അങ്ങേര് ജീവനോടെ ഉണ്ടോ ആവോ? അതെന്നാടി, അങ്ങേര് ചാകാറായിരിക്കുവായിരുന്ന? അതല്ലടി, മനുഷ്യന്റെ കാര്യമല്ലേ. ഇന്ന് കണ്ടവനെ നാളെ കാണുന്നില്ലെന്നാ ആ ഇറച്ചിക്കടയില് മുതലാളി പറയാറുണ്ടായിരുന്നു. അല്ലടി പൂച്ചേ, ഇവരെന്താടി ഇവിടെ ഈ നോൺ വെജ് ഒന്നും വെക്കാത്തത്? അവർക്ക് എന്തോ നോമ്പോ ചേമ്പോ ഒക്കെ ആണെന്നാ കേട്ടത്. ഓ, ഇങ്ങേരുടെ കൂടെ പുറപ്പെട്ടപ്പോഴേ എന്റെ വീട്ടുകാര് പറഞ്ഞതാ, ഈ വീട്ടിലോട്ടാണ് പോണത്, സൂക്ഷിക്കണോന്ന്. അതെങ്ങനെ? വീട്ടിലിട്ടേക്കുന്ന പേര് തന്നെ പഷ്ടല്ലേ, പറഞ്ഞ കണ്ടത്തിൽ. ഇവിടത്തെ ആൾക്കാരും അതുപോലെ തന്നെ, എല്ലാം പറഞ്ഞവന്മാര്. ഓഹോഹോ. ഹായ് ഫ്രണ്ട്, നീങ്ക എപ്പടി ഇருக்கு? ജോഡിയാ இருக்க? ശവത്തി കുത്താൻ തമിഴത്തി എഴുന്നള്ളിട്ടുണ്ട്. അയ്യോ, நீங்க இல்ல என்ன இப்படி இருக்குது? அம்மா கைன்னு உதகரைச்சாச்சா? படவுளே, என்ன இது? நீங்க மூஞ்சி என்ன ரொம்ப சாடா இருக்குது. അടപടല മൂഞ്ചി ഒരുക്ക് ചെമ്പകം. അടപടലവാ? എന്നത്? என்ன സാധനം അത്? അയ്യോ ഒന്നുമില്ലേ, ചുമ്മാതാണ് പറഞ്ഞത് അമ്മച്ചി. അല്ല, നിങ്ങൾ തൊഴുത്ത് സിസ്റ്റേഴ്സ് ഭയങ്കര സന്തോഷത്തിനാണല്ലോ. അങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നു. നീ തനി മലയാളിയാ, നീ അങ്ങനെയല്ലേ പറയൂ. ഭയങ്കര ഹാപ്പി ആണേലും പറയും അങ്ങനെ അങ്ങ് പോകുന്നു എന്ന്. ஏய், நான் சொல்றேன் நாய்க்குட்டா, நம்ம புதுசா வந்த கறவைக்காரன் இல்லையா, ஹிந்தி பேசுங்க அவங்க. அங்க பேரு நிடி? പേര് എന്തരോ എന്തോ കരുതി. எனக்கு ஞாபகமே வராதடி அவங்க பேரு. அவங்க அவங்க அந்த மலையாளி கறவைக்காரனை போலே அல்ல. மலையாளி கறவைக்காரன் இல்லையா, மேட்டான்னு சாப்பிட்டு சாலாமே அது. ஓஹோ, அதுக்கு மானம் அடிச்சேன்னா നമ്മളെ പിട്ടായി പോഴുവേ. അത് മാത്രമല്ല, 4 കാല് 4 മൂലയിലെ കുത്തിയിട്ട് കെട്ടിയിട്ടാലേ അയാൾക്ക് തറാവ് വരൂ. പട്ടിന്നറി. ഓ സോറിയുടെ പട്ടി, നിന്നല്ല, പഴയ കറവക്കാരനെ പറഞ്ഞതാ. അതിനിപ്പോ വന്ന കറവക്കാരൻ എന്താ പ്രത്യേകത? അവൻ പാൻറിടും, അത്രയല്ലേ ഉള്ളൂ. அவங்க വിളി കേട്ടാ പോതുവടാ, നമുക്ക് രോമാഞ്ചം വരും. അതിന് ചെമ്പകം, നിനക്കെവിടെ രോമം? അടാ നാൾ മോറ, ஏன் வாழ் என்னதாடா இருக்குது? ரோமம் இல்லையா பாய்த்தியக்காரனாயே? நீங்க தோக்குள்ள கேറി വെടി വെച്ചിടാത്, ഉന്തി കരഞ്ഞു പോയിടും. ഓ, കാര്യം പറ ചെമ്പകം. அவங்க நம்ம ഗോമാതാന്ന് കൂപ്പിടുവേ. മാത്രമല്ല, വന്നാ തന്നെ നമ്മൾ എന്റെ തൊഴുത്ത് കാണിക്കും. തൊഴുത്ത് നിങ്ങളെ കാണിക്കണത് എന്തിനാ? തൊഴുത്തിലല്ലേ നിങ്ങൾ നിക്കണത്? തൊഴുത്തല്ല പൊട്ടാ, തൊഴുത് ഇങ്ങനെ തൊഴുത് കാണിക്കും. അത് മറ്റുമല്ലേ, പാല് കറന്നതിക്ക് അപ്പുറം എന്തോ ഒരു പേച്ചുവേ. ഇതടിയാ കറന്ന് കഴിയുമ്പോഴേ ഇങ്ങനെ എന്തൊക്കെയോ തൊഴുതിന് എന്തൊക്കെയോ ഒക്കെ പറയും. ഹിന്ദി ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും നല്ലതെന്തോ പറയണത്, അതോടൊപ്പം. ഓ, നമ്മ തങ്കമാന കറവക്കാരനടി அவங்க. ഒരു ദിവസേ ഇവള് ഈ വാലെന്ന് വീശിയപ്പ അയാളുടെ മുഖത്ത് കൊണ്ട്, എന്റെ ദൈവമേ, ഞാൻ അപ്പ ഓർത്തു അടി പൊട്ടിയെന്ന്.
നോക്കുമ്പോണ്ടാ അങ്ങേര് തൊഴി തിന്നിട്ട് എന്തൊക്കെയോ പറയുന്നു. പിന്നെ വാലയിലൊരു ഉമ്മയും കൊടുത്തു. ആ നിനക്കൊക്കെ നല്ല കാലം, ഞങ്ങൾക്കൊക്കെ കഷ്ടകാലം. ഞാനൊന്ന് പോയി കറങ്ങിയിട്ട് വരാം, മനസ്സൊന്ന് ശാന്തമാകട്ടെ. நாய்க்குட்டி எங்கேயா போனது? சாந்தாவை பாக்குறதுக்கா? ആരടി അന്ന് ശാന്ത? ശാന്തയും ബാധയൊന്നും അല്ല. ചേട്ടായി ഇപ്പൊ ഇങ്ങനെയാ. മനസ്സ് വിഷമിക്കുമ്പോ കവലിലോട്ട് പോവും. ഏതെങ്കിലും ബൈക്കുകാരന്റെ കുറുകെ ചാടും, അയാള് വീഴും. അങ്ങനെ ചേട്ടായിക്ക് ഒരു ആശ്വാസം കിട്ടുമ്പോ തിരിച്ചു വരും. പാവം ചേട്ടായി. ആട പാകി എന്ത മാതിരി നായടാവൻ. ഓരോരുത്തർക്കും ഓരോ തരം അല്ലായോ? അതെ അതെ. കേയാ അതെന്നത്? ആ കേ എന്ന് വെച്ചാലേ അല്ല റിമികടിയാകെ. ഓ ഓ ഓ ഞാൻ ചോദിക്കാറുണ്ട് എന്തിനാ ഇങ്ങനെ ആൾക്കാരെ ഉപദ്രവിക്കണേന്ന്. അപ്പൊ പുള്ളിക്കാരൻ പറയുവാ, പണ്ട് പുള്ളിക്കാരന്റെയും പുള്ളിക്കാരന്റെ അപ്പൂപ്പനെയും അപ്പനെയും ഒക്കെ അന്നൊക്കെ സ്കൂളിൽ പോണ പിള്ളേര് വഴിയിൽ വെച്ച് കല്ല് വലിച്ചെറിയുമായിരുന്നെന്ന്. ഒരു ഏറുകൊണ്ട് അപ്പന്റെ വാലൊടിഞ്ഞു പോലും. അതിന് ഈ ബൈക്കിൽ പോണവര് വീതിത്തള്ള എന്തിനാടി? അന്നത്തെ ആ പിള്ളേരാ ഇപ്പൊ ബൈക്കിൽ പോണേന്ന്. ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള മനസ്സതല്ലേ. അപ്പൊ ഈ കാറിൽ പോകുന്ന കാറിന് വട്ടം വെച്ച അടാവും. അയ്യോ, ഇത് നമ്മൾ പറഞ്ഞ പോലെ താരനെങ്ങാനും. ഒന്നും മിണ്ടാതിരി നെരക്കിയോളി. തന്റെ വർത്തമാനം വലുതും പറ. അതോടൊന്നും നെഗറ്റീവ്. അയ്യോ, ഞാനൊരു ഊഹം പറഞ്ഞതാണ്, ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ. മതി മതി ഊഹിച്ചത്. A few moments later. ഒട്ടും അണങ്ങാൻ പറ്റത്തില്ലയോടാ. ഇതെങ്ങനാ പറ്റിയത്? അണ്ണൻ ഒരു ബൈക്കിനെ ക്രോസ് ചെയ്യാൻ പോയതാ. ബ്രേക്ക് പിടിക്കുമെന്ന് അണ്ണൻ വിചാരിച്ചു. ബ്രേക്ക് ചവിട്ടിയില്ലേ? ബ്രേക്കൊക്കെ പിടിച്ചു, പക്ഷെ ആ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലായിരുന്നു. വരാനുള്ളത് ബൈക്കുമേ കയറിയും വരും. ചിലപ്പോ ആ ബൈക്കുകാരനെ പണ്ട് കല്ലെറിയാത്തവനായിരിക്കും, അതാ പണി കിട്ടിയത്.